ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടർക്കിയിലെ 2 ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് 2 ദിവസം കൊണ്ട് ഞങ്ങൾ പോയ ട്രിപ്പാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മൾ ഈ ചെല്ലേണ്ട സ്ഥലത്ത്. അപ്പോൾ കൊച്ചു വെളുപ്പാങ്കാലത്ത് കൊച്ചിനെ എടുത്ത് കാറിലിട്ട് നമ്മൾ പോകുന്നതാണ്. അഞ്ചാലിയൊക്കെ അടുത്തുള്ള സുലുവാഡ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മിനി മാൽദീവ്സ് എന്നൊരു പേരൂടെ ഉണ്ട് കേട്ടോ. സുലുവാഡ ഐലൻഡിൽ ബോട്ട് അടുപ്പിച്ചപ്പോൾ തന്നെ കുഞ്ഞാവ് വെള്ളത്തിൽ ചാടി. അത്യാവശ്യം വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും ജിൻഡു ഇറങ്ങിയില്ല, കുഞ്ഞാവ് മാത്രമേ ഇറങ്ങിയുള്ളൂ. ടർക്കിയിൽ വന്നിട്ട് നമ്മൾ കണ്ട റിവറും കടലും എല്ലാത്തിനും ഈ ഒരു കളറാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തില്ല മോശമല്ലേ? അപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. ഷീനിൽ നിന്ന് മേടിച്ച ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. ഇടയ്ക്ക് ബോട്ടിൽ നിന്ന് തന്നെ ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അത് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സുലുവാഡ ഐലൻഡിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് ബോട്ട് നിർത്തിയിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ നീന്താനായിട്ടുള്ളൊരു അവസരമായിരുന്നു. വെള്ളം കണ്ടാൽ ചാടാൻ തോന്നുമെങ്കിലും തണുപ്പ് കാരണമെന്ന് തോന്നുന്നു ആരും അങ്ങനെ ഇറങ്ങുന്നില്ലായിരുന്നു. ഒരാളോ മറ്റോ ചുമ്മാ ഇറങ്ങി നിന്ന് കുറച്ച് നേരം നീന്തിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴി ഒന്ന് കഴിക്കാൻ കയറി. അതാണ് നമ്മുടെ റെൻറ്റിനെടുത്ത കാർ കേട്ടോ. ഒരു റെനോ ക്ലിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ട്രിപ്പ് പാമുക്കാല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സിഡേ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാമുക്കാലയിലേക്ക് 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തപ്പോഴാണ് അറിയുന്നത് ഞാൻ ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വെച്ചിരുന്ന ക്ലിയോപാട്ര പൂള് ഒരു വർഷമായിട്ട് അടച്ചിട്ടേക്കുവാണ്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണ്. അതുകൊണ്ട് എൻട്രൻസ് ഇല്ല അങ്ങോട്ട്. പിന്നെ ആദ്യം ചെല്ലുന്ന ഒരു മ്യൂസിയത്തിലേക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പൂള് കാണാൻ പോയി. ഇറങ്ങാനേ പറ്റിയില്ലാത്തുള്ളൂ, കാണാൻ പറ്റുമല്ലോ. അതിൻ്റെ അടിയിലൊക്കെ ഇതൊക്കെ കിടക്കുന്നുണ്ടോ, തൂണൊക്കെ. ഇതാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ക്ലിയോപാട്ര പൂള്. ഇത് നാച്ചുറലി തെർമൽ പൂളാണ്. വർഷത്തിലെ എല്ലാ സമയത്തും 36 ഡിഗ്രി ടെമ്പറേച്ചറോളം ഇതിനകത്ത് എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെയായിരുന്നു ഈ പൂളിൻ്റെ യഥാർത്ഥ രൂപം കേട്ടോ. ഒരു 2000 വർഷം മുമ്പുള്ള എർത്ത് ഇതെല്ലാം കൂടെ പൊളിഞ്ഞു വീണ പില്ലറുകളൊക്കെയാണ് ഇപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത്. ആ പൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് നടക്കുമ്പോഴാണ് പാമുക്കാല എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു കുന്ന്. അപ്പം കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഒരു ജനസാഗരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ വെള്ളം ഭയങ്കര മിനറൽ റിച്ച് ആയതുകൊണ്ട് ഒരു ഭയങ്കര ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് ഇതിന് പറയപ്പെടുന്നത് കേട്ടോ. ഇതിങ്ങനെ തട്ടായിട്ട് താഴേക്ക് കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഒത്തിരി ആഴമൊന്നും ഉള്ളതല്ല. ഒരു മുട്ടപ്പൊക്കെയാണ് മാക്സിമം ആഴം വരുന്നത്. ഇവിടെ ഷൂ ഇടത്തില്ല, അതുകൊണ്ട് നല്ല വേദന. ഇത് ഭയങ്കര ടെക്സ്ചറുണ്ട് പാറയ്ക്ക്. പക്ഷേ അതുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര വേദനയാണ്. ഇതുണ്ടോ ലൈം മറ്റേ വെള്ളപ്പൊടി എവിടെ ഇരിക്കുന്നു. ചിച്ചിക്കൂട്ടാ ഇതിനൊരു മണമുണ്ട് കേട്ടോ. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തേക്കാവേ. പിന്നെ ആരെങ്കിലും ടർക്കി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടുത്തൊക്കെ ആണെങ്കിൽ പാമുക്കാലയും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കണം. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പും കഴിഞ്ഞു. ഇനി തിരിച്ചു വിടുന്നൊരു 4 മണിക്കൂർ ഡ്രൈവ്. അതോർക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്